Stories of marketing in touch with positive people. പവർ ഓഫ് റീറ്റെയിലർ. പവർ ഓഫ് റീറ്റെയിലറുടെ 45-ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൈസ്, വില. അമിതമായ റേറ്റ്, മാന്യമല്ലാത്ത പ്രൈസ് ഈടാക്കുന്നത്, ഒരു റീറ്റെയിലർ ഈടാക്കുന്നത് അത് ശരിയായ ഒരു നയമാണോ? അവരുടെ ഗ്രോത്തിന്, അവരുടെ ഡെവലപ്മെന്റിന് ശരിയായ നയമാണോ? എല്ലാ ഷോപ്പുകളിലേക്കും എങ്ങനെ ഓരോ രീതിയിൽ കസ്റ്റമർ വാക്യം ചെയ്തു എന്ന് വരില്ല. ചില ഷോപ്പ് ഓപ്പൺ ചെയ്ത് വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ 4 കസ്റ്റമർ ആയിരിക്കും കയറി വരുന്നത്. ചില റീറ്റെയിൽ ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ ആ റീറ്റെയിലർക്ക്, സ്റ്റാഫുകൾക്ക് കൃത്യമായി ഒരു 3 മണിക്ക് പോലും ഉച്ചയൂണ് കഴിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല സ്റ്റാഫുകൾക്ക്. അത് ചില ട്രീറ്റ്മെൻറ്റുകളാണ്, ചില രീതികളാണ്. എന്തുകൊണ്ട് ചില റീറ്റെയിൽ ഷോപ്പുകളിൽ കച്ചവടം ഏറെ കുറയുന്നു? എന്തുകൊണ്ട് ചില റീറ്റെയിൽ ഷോപ്പുകളിൽ കച്ചവടം കൂടുന്നു? അത് ആ ഷോപ്പ് നിലനിൽക്കുന്ന ഏരിയയുമായിട്ട് ബന്ധമുണ്ട്, അവിടെ വരുന്ന കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന സിസ്റ്റവുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് പ്രൈസ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പ്രൈസായിട്ട് ബന്ധപ്പെട്ട മാറ്റർ തന്നെയാണ് സംസാരിച്ചു വന്നത്, അല്ലേ? ശരിയല്ലേ? അമിതമായ പ്രൈസ് റീറ്റെയിൽ ഷോപ്പുകാർ ഈടാക്കുന്നത്, അതുകൊണ്ടുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എന്ത്? നമുക്ക് സ്വതവേ പറയാൻ പറ്റും, അതുകൊണ്ടുള്ള പ്രശ്നം ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് ആളുകൾ വരില്ല, അമിതമായ പ്രൈസൊന്നും ഈടാക്കുന്നില്ല, മാന്യമായ പ്രൈസാണ് ഈടാക്കുന്നത്. ആരെ സംബന്ധിച്ചിടത്തോളം? ആ റീറ്റെയിൽ ഷോപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അമിതമായ പ്രൈസൊന്നും ഈടാക്കുന്നില്ല, മാന്യമായ പ്രൈസാണ് ഈടാക്കുന്നത്. ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ, ആ ഷോപ്പുകാരൻ്റെ, അയാളുടെ വ്യൂ പോയിന്റിൽ അത് കൃത്യമായിരിക്കാം. പക്ഷേ അവിടേക്ക് കയറി വരുന്ന ഒരു കസ്റ്റമറുടെ ആറ്റിറ്റ്യൂഡിൽ അത് വ്യത്യാസപ്പെട്ടിരിക്കും. എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അയാൾ വേറെ പല ഷോപ്പുകളിലും റൈറ്റ് പ്രൈസ് തിരക്കിക്കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഷോപ്പിലേക്ക് വാക്യം ചെയ്യപ്പെടുന്നത്. അയാൾ കയറി വരുമ്പോൾ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഈ പ്രോഡക്റ്റിന്റെ പ്രൈസ്, പ്രോഡക്റ്റ് കാണണ്ട, എന്താണ് വില എന്നായിരിക്കാം. ഒരു സെയിം പ്രോഡക്റ്റ് തന്നെ പല ഷോപ്പുകളിൽ പല റേറ്റിൽ വിൽക്കുന്നത് അത് ഒരു പ്രതിസന്ധി ശരിക്കും ഉണ്ടാക്കുന്നുണ്ട്. ശരിയല്ലേ? ഉറപ്പായിട്ടും പ്രതിസന്ധി ഉണ്ടാക്കും. അതിന് എന്താണ് ചെയ്യേണ്ടത്? അത് ആ കസ്റ്റമർ തരുന്ന, ആരാണോ നിങ്ങൾക്ക് റീറ്റെയിലർ, നിങ്ങളെന്ന ഷോപ്പിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ആണോ, കമ്പനിയാണോ? അവരെ കൃത്യമായ ഇൻഫോർമേഷൻ കൊടുത്തിരിക്കണം. നിങ്ങളുടെ പ്രോഡക്റ്റിന് പല ഷോപ്പുകളിലും പല പ്രൈസ് ഉണ്ട്, ഡിസ്കൗണ്ട് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, ഓഫറുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടർ, കമ്പനി അതോറിറ്റിയുടെ അടുത്ത് ആ റീറ്റെയിലർ നടത്തിയിരിക്കണം. അങ്ങനെ നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ദുഷ്പേര്, മാർക്കറ്റിലെ ഗുഡ്വില്ല്, അത് മറ്റുള്ള എല്ലാ പ്രോഡക്റ്റിലേക്കും വ്യാപിക്കാൻ സാധ്യത ഉണ്ടാകാറുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ടുണ്ടാകുന്ന പൊല്ലാപ്പുകൾ എന്ന് നമുക്ക് നോക്കാം. കാരണം ഒരു പ്രോഡക്റ്റിന് പ്രൈസ് നിങ്ങളുടെ ഷോപ്പിൽ കൂടുതലാണെന്ന് 4 കസ്റ്റമർ പറയാൻ തുടങ്ങിയാൽ 5ാമത് ഒരു കസ്റ്റമർ എടുത്ത് അയാൾ പറയും ആ ഷോപ്പിലേക്ക് പോകരുത്, അവിടെ പ്രൈസ് കൂടുതലാണ്. ഈ പ്രോഡക്റ്റ് ഞാൻ ആ ഷോപ്പിൽ നിന്നും വാങ്ങിച്ചപ്പോൾ എനിക്കത് 80 രൂപയ്ക്ക് കിട്ടി. ഇതേ പ്രോഡക്റ്റ് ഞാൻ അപ്പുറത്തെ ഷോപ്പിൽ സെയിം പ്രോഡക്റ്റ് തന്നെ വാങ്ങിച്ചപ്പോൾ എനിക്ക് 60 രൂപയ്ക്ക് കിട്ടി. 20 റുപ്പീസിൻ്റെ അല്ലെങ്കിൽ 10 റുപ്പീസിൻ്റെ വരെ റേറ്റ് കസ്റ്റമർ സഹിക്കില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. മാർക്കറ്റ് വളരെയധികം
കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രൈസ് കുറച്ച് കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റം, മാന്യമായ ലാഭം എടുക്കുക എന്നുള്ളൊരു സിസ്റ്റം, അത് ഫോളോ ചെയ്തുകൊണ്ട് അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് ആ ഇഷ്യൂ സംസാരിച്ച് മാക്സിമം കസ്റ്റമർ സപ്പോർട്ട് കസ്റ്റമറിന് കൊടുത്തുകൊണ്ട് പ്രൈസ് മാന്യമായ ഒരു റേറ്റിലാണ് വിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ 4 ഷോപ്പുകളിൽ ചെന്ന് ഈ റീറ്റെയിൽ ഷോപ്പിൽ റേറ്റ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ പിന്നെ കസ്റ്റമർ ഇങ്ങോട്ട് വരാതെയാകും. പിന്നെ ഈ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ കസ്റ്റമർ എപ്പോഴും, ആ 2 കാര്യത്തിൽ കസ്റ്റമർ എപ്പോഴും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. അവർക്കൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നേ. അവർ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൈസ്. എന്ത് പ്രൈസിന് നിങ്ങൾ തരും പ്രോഡക്റ്റ്, ലാസ്റ്റ് റേറ്റ് എന്താണ്, അത് നിങ്ങൾ ഫേവർ ചെയ്യാൻ, റീറ്റെയിലർ എന്ന താങ്കൾ ഫേവർ ചെയ്യാൻ തയ്യാറുണ്ടോ? കുറച്ചുകൂടി റേറ്റ് താഴ്ത്തി എനിക്ക് തരാൻ സാധിക്കും. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വാളിറ്റി. ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണ്? ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ? എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിത് മാറ്റി കിട്ടുമോ? അപ്പോൾ ഒരു റീറ്റെയിലർക്ക് പറയാൻ കഴിയും, ഞാനിവിടെ ഒരു റീറ്റെയിൽ ഷോപ്പായിട്ട് എൻ്റെ സ്വന്തം പ്രമിസസിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ റെൻറ്റിനായാലും തന്നെ അവിടെ ഇരിക്കുന്ന വ്യക്തിയാണ്. എന്ത് പ്രോബ്ലം വന്നാലും ഞാനവിടെയുണ്ട്, നിങ്ങൾ ആ പ്രോഡക്റ്റ് കൊണ്ട് പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ. അങ്ങനെ ഒരു റീറ്റെയിലർക്ക് പറയണമെങ്കിൽ വേറൊരു ബാക്കപ്പ് സപ്പോർട്ട് വേണം. ആരുടെ ബാക്കപ്പ് സപ്പോർട്ടാ? ഒന്നുകിൽ ഡിസ്ട്രിബ്യൂട്ടറുടെ അല്ലെങ്കിൽ കമ്പനി അതോറിറ്റിയുടെ ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടാകണം. അല്ലേ അവർ അത് പറയുകയാണ്, ഇത് മാറ്റി തരില്ല, അതിങ്ങനെ വിറ്റ സാധനം മാറ്റി അങ്ങനെ കംപ്ലൈൻറ്റുകളും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ റീറ്റെയിലർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്തോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു ഫിനിഷ്ഡ് പുതിയ പ്രോഡക്റ്റ് എടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രോഡക്റ്റുകളിൽ ഒരു കാരണവശാലും ഒരു ഡീലർ ഡീല് ചെയ്യാൻ ഒരുങ്ങരുത്. കമ്പനിയായിട്ട് സംസാരിച്ച്, ഡിസ്ട്രിബ്യൂട്ടറായിട്ട് സംസാരിച്ച് ഗ്യാരണ്ടി പോളിസി കൃത്യമായിട്ട് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഒരു റീറ്റെയിലർ വിൽക്കാൻ തയ്യാറാവുകയുള്ളൂ. കാരണം അയാളുടെ കസ്റ്റമർ നിങ്ങൾ വിൽക്കുന്ന ആ ചെറിയ പ്രോഡക്റ്റിനെ ഇട്ടിട്ട് പോയാൽ പിന്നെ അനവധി പ്രോഡക്റ്റുകൾ നിങ്ങൾ ആ ഷോപ്പിൽ വിൽക്കാൻ വെച്ചിരിക്കുക അല്ലേ. മാന്യമായ പ്രൈസിങ്ങിന് ഒരു പ്രോഡക്റ്റ് വിൽക്കണം. ഓഫറുകൾ കൂടുതലായിട്ട് മറ്റു റീറ്റെയിൽ ഷോപ്പിൽ വിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഉള്ള റീറ്റെയിൽ ഷോപ്പിൽ ഈ സെയിം പ്രോഡക്റ്റ് തന്നെ ഈ കമ്പനി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്നുണ്ടോ, അത് കൊടുക്കുന്നത് ഏത് റേറ്റിനാണ്, ഇതിൽ താഴ്ത്തി അയാൾ വിൽക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരുവിധം എല്ലാ പ്രോഡക്റ്റുകളും ആ ഡിസ്ട്രിബ്യൂട്ടറും ആ കമ്പനിയും ഡീൽ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളും എടുത്ത് ഞാൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൊടുക്കരുത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരണം. ഈ കൊടുക്കുമ്പോൾ എന്താണ് പ്രശ്നം? അടുത്തടുത്ത ഷോപ്പുകളിൽ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക? എ എന്ന റീറ്റെയിലർ 30 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അടുത്തുള്ള ബി എന്ന റീറ്റെയിലർ 25 രൂപയ്ക്ക് വിൽക്കും. ഇത് ഒരു പ്രശ്നം, ഒരു ഇൻബാലൻസിങ് അവിടെ സൃഷ്ടിക്കും. ഇത് മാർക്കറ്റ് പൊളിച്ചു കളയും. ഒരു പ്രോഡക്റ്റൊക്കെ നല്ല വിലയ്ക്ക് തന്നെ വിൽക്കണം, അത് നല്ല കാര്യമാണ്. പക്ഷെ സെയിം പ്രോഡക്റ്റിന് കോമ്പറ്റീഷൻ വരുമ്പോൾ നിങ്ങൾ എന്ന വ്യക്തി കൂടുതൽ റേറ്റിന് വിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് ആ പ്രോഡക്റ്റ് വാങ്ങിക്കാതെ വരും. അപ്പോൾ ആ കസ്റ്റമർ വേറെ ആ കുറച്ച് കിട്ടുന്ന, എവിടെയാണോ കുറവ് കിട്ടുന്നത് അവിടേക്ക് പോയി വാങ്ങിക്കുന്ന ഒരു അവസ്ഥ വരും. അത് കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ സെയിം റേറ്റിൽ വിൽക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ അതിന് ഏത് മെത്തഡോളജി അല്ലെങ്കിൽ അതിന് ഏത് സിസ്റ്റം ഉപയോഗിച്ച് അതിനെ തടയിടാൻ പറ്റും? ആ വരുന്ന കസ്റ്റമറുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതിന് പ്രൈസ് ഇത്രയാണ് കിട്ടുന്നതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ആ സ്റ്റാഫുകൾ ആ കസ്റ്റമറെ കൺവേർട്ട് ചെയ്ത് സത്യാവസ്ഥ മനസ്സിലാക്കി കുറേ അധികം പ്രോഡക്റ്റുകൾ എടുക്കുമ്പോൾ സ്പെഷ്യൽ ഓഫറൊക്കെ കൊടുത്ത് ആ കസ്റ്റമറെ നിലനിർത്താൻ സാധിക്കണം. അപ്പോൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് 2 കാര്യത്തിലും ഒരു ഫേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ആ കസ്റ്റമർ കസ്റ്റമർ റീറ്റെയിലർ എന്ന നിങ്ങളുടെ അടുത്ത് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ആ ബാർഗെയിനെ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫേസ് ചെയ്ത് തന്നെയാണ് ഓരോ റീറ്റെയിൽ ഷോപ്പുകാരും ഇന്ന് കേരളത്തിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് അധികം കസ്റ്റമേഴ്സ് വാക്കിൻ ചെയ്യപ്പെടുന്നില്ല. അടുത്ത ഷോപ്പിലേക്ക് അധികം കസ്റ്റമർ വരുന്നുണ്ട്.
അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ അയാൾ വളരെ കുറച്ച് കസ്റ്റമേഴ്സാണ് വരുന്നുള്ളൂ. ആ വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് നന്നായി പെരുമാറുന്നില്ല. അതുപോലെ തന്നെ കൂടുതൽ പ്രൈസ് ഈടാക്കുന്നു. ഒരു പ്രോഡക്റ്റ് ഒക്കെ വിൽക്കുന്നത് MRPക്ക് വിൽക്കുന്നു. മെഡിസിനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, മെഡിസിന് പോലും ഈ മറ്റേ അങ്ങനെയുള്ള അങ്ങനെയുള്ള മെഡിസിനൊക്കെ MRPയിൽ തന്നെയാണ് വിൽക്കുന്നത്. പക്ഷെ സാധാരണ കൺസ്യൂമർ പ്രോഡക്റ്റ് MRP വളരെ കൂടുതലായിരിക്കും കിടക്കുന്നത്. ഒരിക്കലും MRPയിൽ വിൽക്കില്ല. അതിൽ MRPയിൽ താഴ്ത്തിയാണ് വിൽക്കുന്നത്. ഇനി MRPയിൽ കൂടുതലായിട്ട് അറിയില്ലാത്തവർ പോലും MRPയിൽ കൂടുതലായിട്ട് ഒരു പ്രോഡക്റ്റ് വിൽക്കരുത്. അത് ലീഗലി പ്രശ്നമുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു MRP എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം റീറ്റെയിൽ പ്രൈസ്. മാക്സിമം റീറ്റെയിലർക്ക് വിൽക്കാൻ പറ്റുന്ന പ്രൈസാണ് MRP. അത് കൂടുതലായിട്ട് പ്രൈസ് ഒരു കസ്റ്റമറിൽ നിന്ന് വാങ്ങിക്കരുത്. അതൊക്കെ സാധാരണ റീറ്റെയിലർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതൊന്നും അറിയില്ലാത്തവർ ആണെങ്കിൽ ആ ഷോപ്പിൽ വന്ന് ഇരിക്കുകയും അത് വിൽക്കുകയും ചെയ്ത് കൂടുതൽ MRPയിൽ കൂടുതൽ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് അത് ലീഗലി അത് നിയമപരമായി അത് പ്രശ്നം ഉണ്ടാക്കും ആ റീറ്റെയിലർക്ക്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി ഇത് പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിച്ച കാര്യം, ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് വാക്കിൻ ചെയ്യപ്പെടുന്ന കസ്റ്റമർ വളരെ കുറവാണ്. കാരണം അയാൾ അവിടെ ഈടാക്കുന്നത് MRPയിൽ തന്നെ പ്രോഡക്റ്റ് വിൽക്കുന്നു. അല്ലെങ്കിൽ മറ്റുള്ള ഷോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ റൈറ്റിന് പ്രോഡക്റ്റ് വിൽക്കുന്നു. കൂടുതൽ റൈറ്റിന് ഒരു പരിധിവരെ അയാൾ വിൽക്കാൻ കാരണം ചിലപ്പോൾ അയാൾ മാക്സിമം ക്രെഡിറ്റിനായിരിക്കും പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ഒരു 50 ദിവസമൊക്കെ ക്രെഡിറ്റിന് വാങ്ങിക്കുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ആയാലും കമ്പനി ആയാലും അവർക്ക് ഈ 60 ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് പൈസ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരുവിധം ഡിസ്കൗണ്ട് സ്ട്രക്ചറൊക്കെ വ്യത്യാസം ഉണ്ടാവും. നല്ല ഡിസ്കൗണ്ട് കിട്ടുകയില്ല. ക്രെഡിറ്റിന് പ്രോഡക്റ്റ് കൊടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് വളരെ അധികം കുറവായിരിക്കും കിട്ടുക. റെഡി ക്യാഷിന് വാങ്ങിക്കുന്നവർക്ക് ഡിസ്കൗണ്ട് വളരെയധികം കൂടുതൽ കിട്ടും. അങ്ങനെയുള്ള രണ്ട് ഡീലേഴ്സ് അടുത്തടുത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ പ്രൈസിങ്ങിൽ വിൽക്കുമ്പോൾ ഒരു പ്രശ്നം അവിടെ വരാറുണ്ട്. ഇതിനെ ആ റീറ്റെയിലറോ ആ കമ്പനി അതോറിറ്റിയോ ഡീലർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കണം. എന്താണ് ഡീലർ പ്രൈസ്? ഈ പ്രോഡക്റ്റിന് 50 രൂപയാണ് റേറ്റ്. താങ്കൾ അത് റെഡി ക്യാഷിന് മേടിച്ചാലും താങ്കൾ അത് ക്രെഡിറ്റിന് മേടിച്ചാലും 50 രൂപ എന്നുള്ള റേറ്റിൽ കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ താഴ്ത്തി ഈ പ്രോഡക്റ്റ് വിൽക്കരുത് എന്നും ഇതിൽ കൂടുതലായിട്ട് ലാഭം എടുക്കരുത് എന്നും ഒരു കമ്പനി അതോറിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഈ റീറ്റെയിലറുടെ അടുത്ത് പറയാനുള്ള ഒരു പവർ ഉണ്ടായിരിക്കണം. അങ്ങനെ കൂടുതൽ താഴ്ത്തി വിൽക്കുകയോ കൂടുതൽ ഉയർത്തി വിൽക്കുകയോ ചെയ്താൽ നിയമപരമായിട്ട് ആ കമ്പനി അതോറിറ്റിക്ക് അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഡിസിഷൻ എടുക്കാനുള്ള പവർ ഉണ്ടായിരിക്കണം. ഒരു റീറ്റെയിലർ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ മാന്യമായ റേറ്റിൽ വിൽക്കുക, അമിതമായ റേറ്റ് ഈടാക്കാതിരിക്കുക, അതുപോലെ തന്നെ അമിതമായ റേറ്റ് കുറയ്ക്കാതെ ഇരിക്കുക. ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാതിരിക്കണം. ആ വാങ്ങിക്കുന്ന കസ്റ്റമറിന് മാന്യമായ വിലയ്ക്ക് അത് കിട്ടണം. കമ്പനിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച്, ഡിസ്ട്രിബ്യൂട്ടറുടെ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രൈസ് കുറച്ച് കൊടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ഒരു റോ മെറ്റീരിയലിൻ്റെ പ്രൈസൊക്കെ കുറയുമ്പോൾ അതനുസരിച്ച് മാർക്കറ്റിലും അതിൻ്റെ പ്രൈസ് കുറച്ച് കൊടുക്കാൻ ഒരു സന്നദ്ധത, ഒരു മനോഭാവം ഉണ്ടാകണം. ഒരുവിധം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ ഒരു ഡീലർ കസ്റ്റമറിന് കൊടുക്കാവുള്ളൂ. ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻറ്റ് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നിങ്ങളുടെ ഒരു വിശ്വാസ്യത, ട്രസ്റ്റ് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ കൂടുതൽ പ്രൈസ് ഈടാക്കുമ്പോഴും നിങ്ങളുടെ ഒരു മാർക്കറ്റിലെ ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസ്യത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചെറിയ ടോപ്പിക്ക് പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്.